കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ് സിനിമ കണ്ടിരിക്കുക. നമ്മളെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറിയാണത്. നല്ല അടിപൊളിയായിട്ട് ഇന്ദ്രൻസേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടന്റെ കോംബോ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു പലയിടത്തും. ഒരു ഫാമിലി പറയണ്ടല്ലോ, ആ മനുഷ്യൻ വന്ന ആ ഫിലിം തകർത്തിട്ടേ പോകും. നമ്മളൊക്കെ അതൊക്കെ ഫേസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ, അപ്പം അത് ശരിക്കും നമ്മൾ ഇമോഷണൽ ആയി പോകും. പാട്ടാണെങ്കിലും ആ സീൻസ് ആണെങ്കിലും നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതിൽ ഓരോ ചേട്ടനൊക്കെ നമ്മള് ക്ലൈമാക്സിൽ ആ ഒരു ഇതിലൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നും. ഇതുപോലെയൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നൂലേ നമുക്ക്? കനകരാജൻ എന്ന് പറയുന്ന പടം ഒരു നമ്മുടെ എല്ലാം ചുറ്റുപാടുകള് നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഉള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചു. കൊച്ചു സിനിമയാണ്. ആദ്യം വലിയ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരൊന്നും ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടില്ല. എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടന്റെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ, ഇന്ദ്രൻസേട്ടൻ, ഇങ്ങനെയുള്ള 3-4 കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. നമ്മളെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറിയാണത്. നല്ല അടിപൊളിയായിട്ട് ഇന്ദ്രൻസേട്ടൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റിംഗ് ക്രൂസും കൊള്ളാം. നല്ലൊരു സ്റ്റോറി. അവസാനം കരഞ്ഞു പോകും. ക്ലൈമാക്സിൽ അവസാനം കരഞ്ഞു പോകുന്ന വെച്ചാൽ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓൾറെഡി ആലപ്പുഴ ജില്ലയിൽ നടന്ന സ്റ്റോറി. അത് പറയണ്ടല്ലോ, ആ മനുഷ്യൻ വന്ന ആ ഫിലിം തകർത്തിട്ടേ പോകും. അതെ, അതിൻ്റെതായ ഒരു എന്താ പറയാ, ആളുടെ ഒരു മികവ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ക്രൂ എല്ലാവരും തന്നെ നല്ലൊരു എന്റർടൈൻമെന്റ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്യുന്ന ഓരോ കാര്യങ്ങള്, ലോൺ എടുത്തിട്ട് അതിൻ്റെ അടയ്ക്കാൻ പറ്റാത്ത അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും ഇമോഷണൽ, നമ്മളൊക്കെ അതൊക്കെ ഫേസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ, അപ്പം അത് ശരിക്കും നമ്മൾ ഇമോഷണൽ ആയി പോകും. എല്ലാവരുടെയും പെർഫോമൻസ് വെച്ചാൽ അതിഗംഭീരം ഒരു രക്ഷയില്ല. ആ ഒരു എന്താ പറയാ, ഒരു നിശ്ചയാവസ്ഥയാണ്. ആ ഒരു ഘട്ടത്തില് അത് ചെയ്യുകയും വേണം, ചെയ്യാതിരിക്കും വേണം. ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അതിലോട്ടങ്ങ് ആയി പോവാണ്. ആ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഇറ്റ്സ് ടു ബാഡ്. നല്ല പടം, ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഇന്ദ്രൻസ് നല്ലോണം അഭിനയിച്ചു, ശർമാജി അതിനേലും നല്ലോണം അഭിനയിച്ചു. എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണും. അപ്പോ ഹായ് ഗായ്സ്. അപ്പൊ എന്താ, അവരുടെ കൂടെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പടം കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. മിക്സഡ് അഭിപ്രായങ്ങളും, പിന്നെ ഫ്രണ്ട്സല്ലേ ആക്കുമല്ലോ, കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഞാൻ പോയിട്ട് ബാക്കി വാങ്ങിട്ട് വരാം. ശരി. ഞാൻ ഇന്ദ്രൻസേട്ടന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ പോകുമ്പോൾ അതിൽ എൻ്റെ അച്ഛനായിട്ട് ചെയ്തതാ. അപ്പൊ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് വർക്ക് ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും മുരളി ചേട്ടനൊക്കെ നമ്മള് ക്ലൈമാക്സിൽ ആ ഒരു ഇതിലൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നും. ഇതുപോലെയൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നൂലേ നമുക്ക്? അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളാണ്. ഭയങ്കര രസമായിരുന്നു. ഇവൻ ലിയോണി ചേച്ചി എല്ലാവരും ഭയങ്കര രസമായിരുന്നു. സ്റ്റേ എല്ലാരും കാണണം. നമ്മള് ഷൂ മാത്രമായിരുന്നു. അപ്പൊ ഇന്ന് എല്ലാം പിടിക്കണോ, ഇങ്ങനെ എല്ലാം കൊടുക്കല്ലേ. അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഒരു, നമ്മൾ ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഇന്ദ്രൻസേട്ടന്റെയും മുരളി ചേട്ടനൊക്കെ സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതായത് ഇന്ദ്രൻസേട്ടനൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ നമുക്കങ്ങ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരാളെ പോലെ അങ്ങ് തോന്നിപ്പോകും. ഭയങ്കര രസമായിരുന്നു. എനിക്ക് രസമായിരുന്നു. എന്റെ പടമാണ്, ഞാൻ അങ്ങനെ പറയണ ശരിയില്ല. എന്നാലും എനിക്ക് ചെറുത് എന്തെങ്കിലും മതിയായിട്ടാ. എനിക്ക് കണ്ണു നിറയും. അതുകൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞു. പക്ഷെ ഞാൻ തന്നെ അങ്ങനെ പറയണ മോശമല്ല. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമ്മളെ ഒന്നിച്ചാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എന്നാ നിങ്ങളോടെ ആണോ? ചിരിക്കണോ? അവൻ കണ്ടില്ലേ?
ഇത് സിനിമ ആണോ തനിച്ചാണോ വന്നത് അതോ ഫ്രണ്ട്സ് ആയിട്ടാണോ വന്നത്? ഇല്ല, എന്റെ സിസ്റ്റർ ഇപ്പൊ വരും, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങള് രണ്ടുപേരും കൂടെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് സിനിമ? എല്ലാരും കാണും, ഇപ്പൊ നാട്ടിലെല്ലാരും പോയി കാണും, ഇവിടെയും എല്ലാരും കാണും, എല്ലാരും ഇന്ന് കാണാൻ കയറും. ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിയുന്നേ ഉള്ളൂ, ഇപ്പൊ വിളി വരും, അടിപൊളി ആവണം എന്ന് ആഗ്രഹം. ഈ ഒരു മൂവ്മെന്റില് ഇന്ദ്രൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? ആ പിന്നെ മിനിയാന്ന് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പൊ മിനിയാന്നല്ലേ കണ്ടത്, പിന്നെ എല്ലാവർക്കും തിരക്കുകളല്ലേ, അപ്പൊ തിരക്കുകളാവട്ടെ. ഇവിടെ ചേട്ടൻ ഷൂട്ടിലാണോ അതോ ചേട്ടൻ ഷൂട്ടിലാണെന്ന് തോന്നുന്നു, യോണി ചേച്ചി ഷൂട്ടിലാണ്, ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഇല്ല. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് എന്താണ് തീർച്ചയായിട്ടും കാണണം, നിങ്ങൾ ഫാമിലി ആയി തന്നെ പോയി കാണണം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല സിനിമയാണ്, ഞാൻ അതിന്റെ ഭാഗമായതുകൊണ്ട് പറയുന്നത് നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണണം. താങ്ക് യു. അതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. ഇന്ദ്രൻ സാറിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ലപോലെ നമ്മളെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അതിലളിതമായിട്ടാണ് കഥ പറഞ്ഞു പൊക്കുന്നത്. 2-2.5 മണിക്കൂർ സിനിമയുണ്ട്. നമ്മുടെ ലിയോണ ലിഷോയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ലിഷോ ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ ലിയോണ ലിഷോയും നമ്മുടെ മുരളി ഗോപിയും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ ജീവിതത്തിലുള്ള ഒരു അതിജീവനത്തിൻ്റെ കഥ പറയുന്ന മെസ്സേജുള്ള ഫാമിലി സിനിമയാണ്. ഇന്നത്തെ തലമുറയുള്ളവർ കണ്ടു പഠിക്കേണ്ട സിനിമയാണ്. പക്ഷേ മോഷ്ടിക്കരുത് എന്നൊരു പാഠമുണ്ട്. മോഷ്ടിച്ചാൽ ജയിലിലാകും.